ഇന്ന് നമുക്ക് 28 ഡിഗ്രി സെൽഷ്യസ് എന്ന ഹൊറർ സസ്പെൻസ് ത്രില്ലർ തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നായകൻ നായികയും പ്രണയത്തിലായി. വീട്ടുകാരെ എതിർത്ത് രണ്ടുപേരും വിവാഹിതരായി. എന്നാൽ നായികയ്ക്ക് ഫിക്സ് വന്നതിനാൽ അവളെ ഹോസ്പിറ്റലിലാക്കിയപ്പോഴാണ് നായികയുടെ ശരീര താപനില 28 ഡിഗ്രി സെൽഷ്യസിൽ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫിക്സ് വന്നവൾ മരണപ്പെടുമെന്നും ഡോക്ടർ പറയുന്നത്. തന്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവളെയും കൊണ്ട് നായകൻ വിദേശത്തേക്കും എത്തി. എന്നാൽ ഒരിക്കൽ നായകൻ ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച റൂമിന്റെ ഒരു വശത്ത് ബെഡ്ഷീറ്റ് മൂടി മരണപ്പെട്ടിരിക്കുന്ന ഭാര്യയാണ്. അവൾക്ക് എന്താണ് സംഭവിച്ചത്? അത് നായകൻ കണ്ടെത്തിയപ്പോൾ ചുരുളഴിഞ്ഞതോ വലിയ ഞെട്ടിക്കുന്നൊരു സത്യമായിരുന്നു. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായകനായ കാർത്തിക്കിനെ അടിച്ചവശനാക്കി കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ബോധം വന്ന കാർത്തിക് കെട്ടെല്ലാം അഴിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളിനെ കത്തിയെടുത്ത് കുത്തുന്നു. ആ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസർ എത്തുകയാണ്. സംഭവ സ്ഥലത്തെത്തി അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഡയറി കിട്ടുന്നു. ആ ഡയറി എടുത്ത് വായിച്ചു നോക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും. അതേസമയം കാർത്തിക്കിന്റെ ഭാര്യയായ അഞ്ജലിയാണ് കഥാനായികയും. ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുന്നതും. കഥാനായികയായ അഞ്ജലിയാണെങ്കിലോ റോഡിൽ നിന്ന് അതുവഴി പോകുന്ന വണ്ടിക്കെല്ലാം അഞ്ജലി കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു വണ്ടിയും നിർത്തുന്നില്ല. അതേസമയം തന്നെയായിരുന്നു നമ്മുടെ കഥാനായകനായ കാർത്തിക്കും ബുള്ളറ്റിൽ അതുവഴി വരുന്നതും. കാർത്തിക്കിന്റെ വണ്ടി പഞ്ചറാകുന്നത് കൊണ്ട് തന്നെ കാർത്തികം അവിടെ നിന്ന് മറ്റു വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നു. അവസാനം ഒരു ഓട്ടോക്കാരന് കൈ കാണിക്കുന്ന സമയത്ത് ഓട്ടോ കൊണ്ടുവന്ന് നിർത്തുന്നതോ നമ്മുടെ അഞ്ജലി നിൽക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അഞ്ജലി ആ ഓട്ടോയിൽ കയറി പോകുന്നത് കാർത്തിക് കാണുന്നുണ്ട്. കാർത്തിക്കിന് വല്ലാതെ ദേഷ്യം വരും. അതേസമയം തന്നെയായിരുന്നു ഒരു പയ്യൻ പാലം കൊണ്ട് അതുവഴി വരുന്നതും. അവന്റെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ച് കയറി വേഗം ഓടിച്ചു പോവുകയായിരുന്നു കാർത്തിക്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും മുന്നിലൂടെ ഓട്ടോയിൽ പോകുന്ന അഞ്ജലിയുടെ ഷോൾ പറന്ന് കാർത്തികിന്റെ മുഖത്തേക്ക് വീഴുന്നു. അതോടുകൂടി ബൈക്ക് മറിയുകയാണ്. പാലം കൊണ്ടുപോയ പയ്യന് വല്ലാതെ ദേഷ്യം വരും. എനിക്ക് 6000 രൂപ നിങ്ങൾ തരണമെന്നും കാർത്തിക്കിനോട് പറയുന്നു. കാരണം ബൈക്ക് ഓടിച്ചിരുന്നത് കാർത്തിക്കായിരുന്നല്ലോ. അതേസമയം തന്നെ ബൈക്ക് അപകടമുണ്ടായതറിഞ്ഞ് ഓട്ടോയിൽ നിന്നും അഞ്ജലി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവളുടെ ഷോളാണല്ലോ നമ്മുടെ നായകനായ കാർത്തിക്കിന്റെ കയ്യിലിരിക്കുന്നതും. കാർത്തിക്കിനോട് അവൾ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ കാർത്തിക് പറയുന്നതോ ക്ഷമയൊന്നും പറയണ്ട, ഈ പയ്യന്റെ പാലിന്റെ കാശായ 6000 രൂപ നീ കൊടുക്കണമെന്നും അവളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അഞ്ജലി പറയുന്നതോ എന്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നുമില്ല, ഞാൻ പോയി പേഴ്സ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് അഞ്ജലി പിന്നെ തിരിച്ചു വരൂല. അവൾ ഷോളും വാങ്ങിക്കൊണ്ടാ പോകുന്നത്. ആ ഒരു പോക്കിന് അവൾ ഓട്ടോയിൽ കയറി അങ്ങ് പോയി. അത് കാണുന്ന കാർത്തിക്കിനെ ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ കാർത്തിക്കാണ് ആ പയ്യന് കാശ് കൊടുത്തതും. അങ്ങനെ അഞ്ജലി കോളേജിലേക്ക് എത്തും. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. അവിടെ വെച്ച് കാർത്തിക്കിനെ കാണുന്നു. എന്തെന്നാൽ ഈ കാർത്തിക് അഞ്ജലിയുടെ സീനിയറാണ്. കാർത്തിക്കിനെ കണ്ട അഞ്ജലി ഇനി എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, കാശ് കൊടുത്ത് തീർത്തില്ലെങ്കിൽ തനിക്ക് പണിയാകുമെന്നും അവൾ പേടിക്കുവാനേയും തുടങ്ങി. കാരണം കാർത്തിക് അവളുടെ സീനിയർ അല്ലേ. ഉടനെ തന്നെ കാർത്തിക്കിന്റെ അടുത്തെത്തിയ അഞ്ജലി ഞാൻ കാശ് പതിയെ തന്ന് തീർക്കാമെന്നും പറയുന്നു. പക്ഷേ കാർത്തിക് ആണെങ്കിലോ അതൊന്നും വേണ്ട, സാരമില്ല, ഞാൻ കൊടുത്ത് തീർത്തല്ലോ എന്നാണ് പറയുന്നത്. കാർത്തിക്കിന് അഞ്ജലിയോട് എന്തോ ചെറിയ താല്പര്യമുള്ളത് പോലെയാണ് തോന്നുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇവർ ഓരോ കാരണത്താൽ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുവാനൊക്കെ ആരംഭിക്കുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് വളരുകയാണ്. അവസാനം ആ ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലേക്ക് മാറുന്നു. കോളേജ് ലൈഫിൽ ഇവർ പ്രണയിക്കുവാനായും ആരംഭിക്കുകയാണല്ലോ. അതേസമയം തന്നെയായിരുന്നു അഞ്ജലിക്ക് വീട്ടിൽ കല്യാണാലോചനകളൊക്കെ വരുന്നത്. ആ ഒരു കാര്യം അവൾ കാർത്തികിനോട് പറയുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും കാർത്തികിനെ വിവാഹം കഴിക്കണം. അവളുടെ വീട്ടുകാരില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കുമെന്ന് അവൾക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇനി എന്ത് ചെയ്യുമെന്ന ടെൻഷനായിരുന്നു അഞ്ജലിക്കും. വീട്ടിലേക്ക് എത്തിയ അഞ്ജലിക്ക് പുതുതായിട്ടൊരു ആലോചന കൊണ്ടുവന്നു. നീ അവനെ കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാർ പറയും. എന്നാൽ അഞ്ജലിയാണെങ്കിലോ തനിക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന് അച്ഛനോട് തുറന്നു പറയും. എന്നാൽ അച്ഛനാണെങ്കിൽ ഈ ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കാർത്തികുമായിട്ടുള്ള വിവാഹത്തിനും ആ ഒരു ബന്ധത്തിനും അച്ഛൻ എതിർപ്പായിരുന്നു. അച്ഛൻ പറയുന്നത് ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല. അവനോടൊപ്പം നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലോണം ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അഥവാ നിനക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും നമ്മളെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകാം. പിന്നീട് നമ്മളുമായിട്ട് നിനക്കൊരു ബന്ധവും കാണില്ല എന്ന് അച്ഛൻ പറയുന്നു. അഞ്ജലിക്ക് കാർത്തികിനെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വീട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കി നേരെ വരുന്നത് കാർത്തികിന്റെ ഫ്ലാറ്റിലേക്കായിരുന്നു. അവിടെ വന്ന് റെസ്റ്റ് ചെയ്യുകയായിരുന്നു അഞ്ജലിയാണെങ്കിലോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും അച്ഛനെയും അമ്മയും കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം വരും.
അതേ സമയം തന്നെയായിരുന്നു അഞ്ജലിയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും പെട്ടെന്ന് തന്നെ അവൾ ഫിക്സ് വന്ന് താഴേക്ക് വീഴുകയാണ്. അവിടേക്ക് എത്തിയ കാർത്തിക് അവളെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് ഡോക്ടർ ആണെങ്കിൽ കാർത്തിക്കിനോട് കുറച്ച് കാര്യം പറയും. ഈ ഡോക്ടർ കാർത്തികിന്റെ പ്രൊഫസർ കൂടിയാണ്. അഞ്ജലിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്തെന്നാൽ അഞ്ജലിയുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം എപ്പോഴും. അത് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അഞ്ജലിയുടെ ജീവന് തന്നെ ആപത്താണ് എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അസുഖത്തിന് അടിമയാണ് അഞ്ജലി എന്നുമാണ് ഡോക്ടർ പറയുന്നതും. ഇങ്ങനെയുള്ള പെൺകുട്ടിക്കൊപ്പം നീ എങ്ങനെ ജീവിക്കണ എന്ന് പ്രത്യേകം ഡോക്ടർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലിയെ വിട്ടുകളയുവാനായിട്ട് കാർത്തിക് തയ്യാറല്ല. അഞ്ജലിക്കാണെങ്കിൽ അല്പം സീരിയസ് ആയിരുന്നു. ഒരുവിധമാണ് അവൾ വീണ്ടും തിരികെ ലൈഫിലേക്ക് വന്നതും. ഐസിയുവിൽ കിടക്കുന്ന അഞ്ജലിയെ കാണുവാൻ വേണ്ടിയിട്ട് കാർത്തിക് എത്തും. അഞ്ജലി ആദ്യം തന്നെ കാർത്തികിനോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ പുതിയ വേഷമെന്നാണ്. അത് കേട്ട് കാർത്തികിന് വല്ലാതെ സങ്കടം വരുന്നു. അഞ്ജലിയുടെ അസുഖത്തെക്കുറിച്ചെല്ലാം കാർത്തിക് അഞ്ജലിയോട് പറയുന്നുണ്ട്. എന്നാൽ അഞ്ജലി പറയുന്നത് നിനക്ക് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, നീ എനിക്ക് വേണ്ടിയിട്ട് നിന്റെ ജീവിതം അങ്ങനെ വേസ്റ്റാക്കി കളയരുത് എന്നൊക്കെ അവൾ ഉപദേശിക്കുന്നു. അതിനൊന്നും അവനൊന്നും പറയുന്നതേയില്ല. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്ന അഞ്ജലിയും കൂട്ടി അവൻ നേരെ പോകുന്നത് ഒരു രജിസ്റ്റർ ഓഫീസിലേക്കായിരുന്നു. അവിടെ അവന്റെ കൂട്ടുകാരന്റെ കല്യാണം എന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ അവിടെ കൂട്ടുകാരന്റെ കല്യാണമല്ലായിരുന്നു, അഞ്ജലിയുടെയും കാർത്തികിന്റെയും കല്യാണമായിരുന്നു. രണ്ടുപേരുടെയും രജിസ്റ്റർ മാരേജ് ആയിരുന്നു അന്ന് നടക്കാൻ പോകുന്നത്. കാർത്തിക് തന്നെ വിവാഹം കഴിക്കുവാനായിട്ടാണ് തീരുമാനിച്ചതെന്ന് അറിഞ്ഞ് അഞ്ജലിക്കും ഒരുപാട് സന്തോഷമായി. നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് കാർത്തിക് അവളെ വിവാഹം കഴിക്കുന്നതും. വിവാഹം കഴിഞ്ഞ് അവർ രണ്ടുപേരും ഫ്ലാറ്റിലേക്കും താമസം മാറി. അഞ്ജലിയുടെ ശരീരത്തിന് 28 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരിക്കണം എപ്പോഴും വേണ്ടത് എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ, അതനുസരിച്ച് കാർത്തിക് തന്റെ വീടെല്ലാം സെറ്റാക്കി എടുത്തിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. കാർത്തിക് ഒരു ക്ലിനിക്കിൽ ഡോക്ടറായി ജോലിക്കും കയറിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാർത്തിക്കിന്റെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ കാർത്തിക്കിനെ വിളിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അഞ്ജലിയുടെ ഈ അസുഖം നമുക്ക് ചികിത്സിച്ച് മാറ്റാനാകും, വിദേശത്ത് കൊണ്ടുപോയാൽ ഇവളെ രക്ഷിക്കാനാകും. അതുകൊണ്ട് നീ എത്രയും വേഗം അഞ്ജലിയെയും കൂട്ടി വിദേശത്തേക്ക് പോ. അവിടുത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്, ഞാൻ നിങ്ങളെ കണക്ട് ചെയ്ത് തരാമെന്നും ആ ഒരു പ്രൊഫസർ പറയുന്നു. അതനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അഞ്ജലിയും കൂട്ടി കാർത്തിക് വിദേശത്തേക്ക് പോകുന്നു. അവിടെ അവർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായിരുന്നു. ഡോക്ടറിനെ കാണുവാനെയും എത്തുകയാണ് കാർത്തിക്. അവളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുമുണ്ട്. മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ തന്നെ നിനക്ക് ഡോക്ടറായിട്ടും കയറാമല്ലോ എന്നും ആ ഡോക്ടർ കാർത്തിക്കിനോട് പറയുന്നുമുണ്ട്. അങ്ങനെ കാർത്തിക് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലിക്ക് കയറുകയാണ്. ജോലിക്ക് പോകുന്ന ആദ്യ ദിവസം തന്നെ അഞ്ജലിയോട് പറയുന്നുണ്ട് അടുത്തുള്ളവരെയൊക്കെ ഒന്ന് പോയി പരിചയപ്പെടണമെന്ന്. കാർത്തിക് പോയ ഉടനെ തന്നെ അടുത്തുള്ള വീട്ടിലെ സ്ത്രീയൊക്കെ പോയി പരിചയപ്പെടുകയും ഒക്കെ ചെയ്യും. അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞതും അവരാണെങ്കിൽ വല്ലാത്ത ദുരൂഹതയോട് കൂടിയാണ് അഞ്ജലിയെ നോക്കുന്നതും. അഞ്ജലിക്കും അത് മനസ്സിലാക്കുന്നുമുണ്ട്. കാർത്തിക് ജോലി കഴിഞ്ഞെത്തുന്ന സമയത്ത് അഞ്ജലി ആ കാര്യം കാർത്തിക്കിനോടും പറയും. അവരുടെ വീട്ടിലാണെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അഞ്ജലിക്കാണെങ്കിൽ ഈ പൂച്ചയൊന്നും അത്ര ഇഷ്ടമേ അല്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി ഒരു പേടിയോട് കൂടിയാണ് പൂച്ചയെ നോക്കുന്നതും. ആദ്യത്തെ ദിവസം ആ പൂച്ചയെ കണ്ടു. എന്നാൽ രണ്ടാമത്തെ ദിവസം പൂച്ച ചത്തുപോയ കാര്യം കാർത്തിക് വന്ന് പറയും. അഞ്ജലിക്കാണെങ്കിൽ ചെറിയ സങ്കടവും ഒക്കെ വരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി കുടിക്കുവാനായി വെള്ളം എടുക്കുവാനായിട്ട് അടുക്കളയിലേക്ക് എത്തിയ സമയം തന്നെ ചത്തുപോയെന്ന് പറഞ്ഞ പൂച്ച ദേ അവിടെ ജീവനോടെ കൂടി ഇരിക്കുന്നു. അത് കണ്ടതും അഞ്ജലി ഉടനെ തന്നെ കാർത്തികിനെയും വിളിക്കും. കാർത്തികിനും അത് കണ്ടിട്ട് എന്തൊക്കെയോ പേടി തോന്നുന്നു. അത് ചിലപ്പോൾ വേറെ പൂച്ചയാണെങ്കിലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് അഞ്ജലി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരുടെ മനസ്സിൽ ചെറിയൊരു പേടി വന്നിട്ടുണ്ട്. കാർത്തിക് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പെണ്ണിന് കാർത്തികിനോട് ചെറിയ ക്രഷ് ഉണ്ട്. പലപ്പോഴും അവൻ ജോലി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമുക്കിന്ന് ഡിന്നറിന് പോയാലോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ കാർത്തിക് പറയുന്നത് അഞ്ജലി വീട്ടിൽ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാണ് അവളെ ഒഴിവാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നതും. കാർത്തികിന് അഞ്ജലി എന്ന് വെച്ചാൽ അത്രയ്ക്കും ജീവനാണ്. അഞ്ജലിക്ക് വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത് പോലും. അങ്ങനെ ഇരിക്കെ അഞ്ജലിയെ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകും. അഞ്ജലിയാണെങ്കിൽ എല്ലാം ഭേദമായി വരുന്നുണ്ട് എന്നുള്ള കാര്യവും ഡോക്ടർ പറയും. വെറുതെ വീട്ടിലിരിക്കുന്നത് എന്തിനാ, അഞ്ജലിയും MBBS പാസ്സായതല്ലേ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ കയറുവാനായിട്ടും ആ ഒരു ഡോക്ടർ പറയുന്നു. അങ്ങനെ അഞ്ജലിയും ഡോക്ടറായി കയറുകയാണ്. പക്ഷേ അഞ്ജലിക്കും കാർത്തിക്കിനും രണ്ടും രണ്ട് സമയത്താണ് ഡ്യൂട്ടി.
അഞ്ജലി പകലാണെങ്കിൽ കാർത്തിക് രാത്രിയായിരിക്കും. രണ്ടുപേർക്കും ഷിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പരസ്പരം കാണാനൊന്നും സമയം കിട്ടുന്നതേയില്ല. രാവിലെ അഞ്ജലി ജോലിക്ക് പോകുന്ന സമയത്ത് കാർത്തിക് അവൾക്ക് വേണ്ടിയിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കും. കാർത്തിക് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അഞ്ജലി അവന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് എവിടെയൊക്കെ ഏതൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നു എന്നുള്ള കാര്യം ചെറിയൊരു പേപ്പറിൽ എഴുതി അവൾ അവിടെ ഒട്ടിച്ചു വെക്കുന്നുമുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. കാർത്തിക്കിനും അഞ്ജലിക്കും കോമൺ ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. ഈ ഫ്രണ്ട് അവരെ കാണുവാനായും എത്തും. അത് കാണുമ്പോൾ കാർത്തിക്കിന് ഒരുപാട് സന്തോഷമായി. നിനക്ക് എന്താവശ്യം വന്നാലും ഇവനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കാർത്തിക് മിക്ക സമയത്തും ഡ്യൂട്ടിക്ക് പോകുന്നതും. അങ്ങനെ ഒരു ദിവസം അഞ്ജലി ലീവ് എടുത്ത സമയമായിരുന്നു. കാർത്തിക്കിനാണെങ്കിലോ അർജന്റായിട്ട് ഒരു സർജറിയും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജലിയോട് പറയുന്നുണ്ട് താൻ വരാൻ ഒരുപാട് ലേറ്റ് ആകും, അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് ഇരിക്കണമെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സർജറി എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയം നന്നായിട്ട് മഴക്കോളുണ്ടായിരുന്നു. അത് കാണുന്ന കാർത്തിക്കിന് അഞ്ജലിയെ ഓർത്ത് വല്ലാത്ത ടെൻഷനാകുന്നു. സർജറിക്ക് കയറുന്നതിന് മുൻപ് തന്നെ അഞ്ജലി ഫോൺ വിളിച്ച സമയത്ത് ഒരു സർപ്രൈസ് ഉണ്ട്, സർജറി കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് വരണേ എന്ന് പ്രത്യേകം അവൾ പറയുന്നുമുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടും അവൾ പറയുന്നതേയില്ല. എന്നാൽ ഇപ്പോൾ സർജറി എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ നല്ല മഴ പെയ്യുന്ന ലക്ഷണം കണ്ട് അഞ്ജലി വിളിച്ചപ്പോഴോ അവൾ ഫോൺ എടുക്കുന്നതേയില്ല. കാർത്തിക്കിന് വല്ലാത്ത ടെൻഷനായി. കാരണം മഴ പെയ്യുമ്പോൾ നന്നായിട്ട് തണുപ്പുണ്ടാകുമല്ലോ. അപ്പോൾ അഞ്ജലിയുടെ ശരീരത്തിന്റെ താപനിലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി കാരണം ഉടനെ തന്നെ കാർത്തിക് വീട്ടിലേക്കും പോകുന്ന വഴിയിലെല്ലാം അഞ്ജലിയെ വിളിക്കുമെങ്കിലും ഫോൺ എടുക്കുന്നതേയില്ല. വീട്ടിലെത്തിയ കാർത്തിക് അഞ്ജലിയെ വിളിച്ചിട്ടും അവളുടെ ഒരു വിളിയും കേൾക്കുന്നില്ല. ഉടനെ തന്നെ ബെഡ്റൂമിലെത്തി നോക്കുമ്പോൾ ബെഡ്റൂമിന്റെ ഒരു മൂലയിലായിട്ട് ബെഡ്ഷീറ്റ് മൂടിയിരിക്കുന്ന അഞ്ജലിയെയാണ് കാർത്തിക് കാണുന്നതും. അഞ്ജലിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ തട്ടി വിളിക്കുമ്പോൾ അവൾ തറയിലേക്ക് വീഴുകയാണ്. അതെ, അഞ്ജലി മരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നതും. ഡയറി വായിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് അറിയുവാനായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ടായി. ഉടനെ തന്നെ കാർത്തിക്കിനെ കാണുവാനായിട്ടും എത്തുകയാണ്. കാർത്തിക് ആണെങ്കിലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കാർത്തിക്കിനടുത്തെത്തി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അങ്ങനെ കാർത്തിക് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാനായും തുടങ്ങി. അഞ്ജലി മരിച്ചിരിക്കുകയാണല്ലോ. അഞ്ജലിയുടെ ഡെഡ് ബോഡിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. നാട്ടിലേക്കും വിവരം അറിയിക്കും. അഞ്ജലിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. അഞ്ജലിയുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് അയക്കാതെ കാർത്തിക് തന്നെ മുൻകൈ എടുത്ത് ഡെഡ് ബോഡി കത്തിച്ചു കളയുന്നു. അഞ്ജലിക്ക് എന്ത് സംഭവിച്ചു എന്ന് കാർത്തികിന് അറിയത്തില്ലല്ലോ. അഞ്ജലിയുടെ മരണം അവന് താങ്ങാനായും പറ്റുന്നുണ്ടായിരുന്നില്ല. അഞ്ജലിയുടെ മരണത്തോടു കൂടി അവൻ വല്ലാത്ത ഡിപ്രഷനിലേക്കും പോയി. എപ്പോഴും മദ്യപാനവും, വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങുന്നില്ല. അവൻ ഏകദേശം ഭ്രാന്ത് വരുന്ന അവസ്ഥയെത്തി. കൂട്ടുകാരെല്ലാവരും അവനെ ഒരുപാട് ഉപദേശിക്കും. അവസാനം ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, എന്തായാലും അഞ്ജലി മരണപ്പെട്ടു കഴിഞ്ഞു, അവളുടെ ഓർമ്മയിലെങ്കിലും തനിക്കിനി ജീവിക്കണമെന്നും കാർത്തിക് തീരുമാനിക്കും. മരിക്കുവാൻ പേടിയുള്ള കാർത്തിക് അഞ്ജലിയുടെ ഓർമ്മയിൽ തന്നെ ജീവിക്കുവാനായും തീരുമാനിച്ചു. പഴയതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വീണ്ടും ജോലിക്ക് കയറുകയാണ്. പക്ഷെ അവിടെ ആരോടും അധികം മിണ്ടാറ് പോലുമില്ല. അവൻ അവന്റെ ജോലി കഴിയുന്നു, എത്രയും വേഗം തന്നെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ വന്നാൽ ഭാര്യയുടെ ഓർമ്മകളാണ് അവൻ എപ്പോഴും ഉള്ളത്. അവളുടെ ഡ്രസ്സ്, അവൾ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിക്കുമല്ലോ, അതെല്ലാം നോക്കി അഞ്ജലിയുടെ ഓർമ്മയിൽ തന്നെയാണ് അവൻ ജീവിച്ചു പോകുന്നതും. ഒരിക്കൽ കാർത്തിക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയം തന്നെ ടി.വിയിൽ ഒരു പേപ്പർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണും. അത് മുൻപൊന്നും ഇല്ലായിരുന്നു ആ ഒരു പേപ്പർ. അതെടുത്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് കാർത്തിക്, സുഖം തന്നെ എന്നാണ് എഴുതിയിരുന്നതും. അവന്റെ ഭാര്യയുടെ അതേ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മുൻപ് അവൾ എഴുതി വെച്ചിരുന്ന പേപ്പറൊക്കെ എടുത്ത് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ഹാൻഡ് റൈറ്റിംഗ് എല്ലാം സെയിം ആയിരുന്നു. ഇത്രയും നാൾ ഇല്ലാത്ത ഈ ഒരു പേപ്പർ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ടെൻഷൻ അവനുണ്ടാകുന്നു. മാത്രമല്ല ജോലിക്ക് പോകുന്ന സമയത്ത് സോഫയെല്ലാം ക്ലീൻ ആയിരുന്നില്ല. എന്നാൽ തിരികെ വന്ന സമയത്ത് സോഫയും ടേബിളും എല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. അഞ്ജലിക്കാണെങ്കിൽ എപ്പോഴും എല്ലാം ക്ലീൻ ആയി തന്നെ ഇരിക്കണം. ഒന്നും തന്നെ അലങ്കോലമായിട്ടിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അവൾ വൃത്തിയാക്കി വെക്കാറുള്ളത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തിക് അലങ്കോലമാക്കി ഇട്ടിട്ട് പോയതെല്ലാം ദേ ഇപ്പോൾ നീറ്റായിട്ടിരിക്കുന്നു. കാർത്തിക്കിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അടുത്ത ദിവസം ജോലിക്ക് പോകുന്ന സമയത്തും സോഫയെല്ലാം വീണ്ടും അലങ്കോലമാക്കിയിട്ട് അഞ്ജലിക്ക് ഇഷ്ടമുള്ള ചെറിയൊരു കുടം പോലൊരു സാധനമുണ്ട്. അത് തറയിലിട്ട് പൊട്ടിച്ചിട്ടാണ് കാർത്തിക് ജോലിക്ക് പോകുന്നതും. ജോലി കഴിഞ്ഞ് തിരികെ വന്ന സമയത്ത് ആ ഒരു കുടം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല സോഫയും നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്നു. കാർത്തികിനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. അടുത്ത ദിവസം വീണ്ടും ഡ്യൂട്ടിക്ക് എത്തുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെയാണ് അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതും. എന്താ ഈ സംഭവിക്കുന്നത് എന്നൊന്നും അവന് മനസ്സിലാകുന്നതേയില്ല. മാത്രവുമല്ല തന്റെ ക്യാബിനിൽ ഇരിക്കുന്ന സമയത്തെല്ലാം തന്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് തുണ്ട് പേപ്പറുകൾ എഴുതി ഒട്ടിച്ചതുപോലെയും അവന് തോന്നുന്നു.
ഉടനെ തന്നെ തന്റെ കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കും. ദേ നോക്ക്, ഇവിടെ ഒരുപാട് തുണ്ട് പേപ്പറുകൾ ഒട്ടിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ അതൊന്നും കാണാൻ പറ്റുന്നില്ല. എവിടെയാ തുണ്ട് പേപ്പർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഞാനൊന്നും കാണുന്നില്ലല്ലോ. നിന്റെ മൈൻഡേ ശരിയല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നീ ഇതിൽ നിന്നെല്ലാം പുറത്തു വരണമെന്ന് പറഞ്ഞ് കൂട്ടുകാരെല്ലാവരും കാർത്തിക്കിനെ ഉപദേശിക്കും. പിന്നെ കൂട്ടുകാർ പ്രത്യേകം പറയുന്നുണ്ട്, ആ ഒരു വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാ ഇത്രയും പ്രശ്നം. അഞ്ജലിയുടെ ഓർമ്മകൾ ഉള്ളതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുവാനായിട്ടും കൂട്ടുകാർ ഉപദേശിക്കുന്നു. പക്ഷേ അഞ്ജലിയുടെ ഓർമ്മകളുള്ള വീട് ഉപേക്ഷിക്കുവാനായിട്ട് അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ആകെ എനിക്കെന്നും പറഞ്ഞുള്ളത് ആ ഒരു ഓർമ്മകളുള്ള വീട് മാത്രമാണെന്നും അവൻ പറയുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ഒരു കാര്യം തീരുമാനിക്കും. നമുക്കിന്നൊരു കാര്യം ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നമുക്കും അറിയണ്ടേ? അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാർത്തിക്കിന്റെ വീട്ടിലങ്ങ് കൂടാം. മദ്യപിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന് കരുതി കൂട്ടുകാരെല്ലാവരും കൂടി കാർത്തിക്കിന്റെ വീട്ടിലേക്ക് അന്നേ ദിവസം എത്തുകയാണ്. എല്ലാവരും മദ്യപിച്ച് ബോധം പോയി ഉറങ്ങുന്നു. ഒരാളാണെങ്കിലോ സോഫയിൽ കിടക്കുന്നു, ബാക്കിയുള്ളവരാണെങ്കിലോ തറയിലൊക്കെ കിടക്കുകയാണ്. എന്നാൽ കാർത്തിക് ആണെങ്കിലോ അടുക്കളയിലേക്ക് എത്തുന്ന സമയത്ത് ഓരോരോ തുണ്ട് പേപ്പറിലായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. കാർത്തിക് ചിന്തിക്കും, ഈ ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അഞ്ജലി ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ടാണ്. അതെന്താണ് അവൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമെന്നും കാർത്തിക്കിന് തോന്നുന്നു. കാർത്തിക് ആണെങ്കിൽ ആ പേപ്പറുകളിൽ എഴുതിയിരിക്കുന്നതെല്ലാം എടുത്ത് വായിച്ചു നോക്കുകയാണ്. അതേസമയം തന്നെ സോഫയിൽ കിടക്കുകയായിരുന്ന കാർത്തിക്കിന്റെ കൂട്ടുകാരൻ പയ്യനാണെങ്കിലോ തന്റെ മുന്നിലൂടെ എന്തോ ക്രോസ് ചെയ്ത് പോകുന്നത് പോലെ തോന്നും. അവൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോഴോ അഞ്ജലിയുടെ രൂപത്തെ അവൻ അവിടെ കാണുന്നു. അവൻ പേടിച്ച് നിലവിളിക്കുകയാണ്. അടുത്ത ദിവസം അവന് പനിയും പിടിക്കുന്നു. അവൻ ഈ കാര്യമെല്ലാം കാർത്തികിനോടും കൂട്ടുകാരോടും പറയുമെങ്കിലും കൂട്ടുകാരും അവനെ വിശ്വസിക്കത്തില്ല. എന്നാൽ കാർത്തികിന് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കാർത്തിക് അതെല്ലാം ശ്രദ്ധിച്ചിരിക്കും. അന്നേ ദിവസം ജോലി കഴിഞ്ഞ് പോകാൻ ഇറങ്ങുന്ന കാർത്തികിനോട് അവനോട് ക്രഷുള്ള ഒരു പെൺകുട്ടിയില്ലേ, അവൾ എത്തിയിട്ട് പറയുന്നുണ്ട് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തരുമോ എന്ന്. കാർത്തിക് ആണെങ്കിൽ അതിന് സമ്മതിക്കും. പോകുന്ന വഴിയിൽ വെച്ച് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരു കോഫിയെങ്കിലും ഇട്ട് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുപോകാമെന്നും കാർത്തിക് സമ്മതിക്കും. അങ്ങനെ കാർത്തിക് ആ പെൺകുട്ടിയും കൂട്ടി നേരെ തന്റെ വീട്ടിലേക്ക് വരുന്നു. കാർത്തിക്കിനോട് അവൾ കൊഞ്ചിയൊക്കെ സംസാരിക്കും. അവൻ അടുത്തായിട്ട് അവൾ ചേർന്ന് നിൽക്കുകയും ഞാൻ എൻ്റെ വക ഒരു സ്പെഷ്യൽ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ കാർത്തിക്കിനെ വശീകരിക്കുവാൻ വേണ്ടിയിട്ട് ചായ ഇടാനായിട്ട് കിച്ചണിലേക്കും പോകുന്നു. എന്നാൽ കിച്ചണിലെത്തിയ ആ പെൺകുട്ടിയെ ആരോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ പിന്നിലായിട്ടൊരു രൂപം നിൽക്കുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നും. അവൾ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീഴുകയാണ്. അവൾ ബോധം കെട്ട് വീണ ആ ഒരു ബഹളം കേട്ട് കാർത്തിക് അവിടേക്ക് ചെല്ലുന്നു. ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കും. ബോധമെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്, അയ്യോ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നതും. കാർത്തികിനാണെങ്കിൽ അഞ്ജലിയുടെ ആ ഒരു സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. കൂട്ടുകാരോടും അവനത് പറയുന്നുണ്ട്. അഞ്ജലി എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം കാർത്തിക് ഉറപ്പിച്ച് തന്നെ പറയുന്നു. അങ്ങനെ കാർത്തിക് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അയൽപക്കത്തെ ഒരു സ്ത്രീയില്ലേ, അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി അതൊരു കൊച്ചു പെൺകുട്ടിയാ. ആ പെൺകുട്ടി കാർത്തികിനെ കാണുവാനായിട്ടും വീട്ടിലേക്ക് വരുന്നത്. അവളുടെ അമ്മ എന്തോ ഉണ്ടാക്കി അത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരുന്നതും. മുൻപ് അഞ്ജലി മാത്രമുള്ള സമയത്തും ഈ പെൺകുട്ടി അവളുടെ അമ്മ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് അവൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടും എത്താറുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് കാർത്തിക് ഒരു കാര്യം ചിന്തിക്കും. കാർത്തികിന് എപ്പോഴും കോഫി ഇട്ട് കൊടുക്കുന്നത് അഞ്ജലിയാണ്. മറ്റാരും അവന് ഇട്ട് കൊടുക്കുന്നത് അഞ്ജലിക്ക് ഇഷ്ടവുമല്ല. അതറിയാവുന്ന കാർത്തിക് ഉടനെ തന്നെ ആ ഒരു കൊച്ചു പെൺകുട്ടിയോട് പറയുന്നുണ്ട്, എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തരുമോ? അത് കേട്ട് അവളും ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നു. കിച്ചണിലെത്തി കോഫി ഇടുവാനായ പെൺകുട്ടി തുടങ്ങുന്നതും എന്തോ അവളെ നോക്കുന്നത് പോലെയും അവളുടെ പിന്നിൽ എന്തോ രൂപം നിൽക്കുന്നത് പോലെയും ഒക്കെ അവൾക്ക് തോന്നുന്നു. എന്തോ ഒരു നെഗറ്റീവ് എനർജി അവൾക്ക് ഫീൽ ചെയ്യും. അവൾ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കും. ഇതെല്ലാം ദൂരെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു കാർത്തിക്. എന്തോ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു. അഞ്ജലി എങ്ങനെയാണോ മുടി കെട്ടുന്നത് അതുപോലെ തന്നെ തൻ്റെ മുടി അഴിച്ച് അവളും കെട്ടിവെക്കുകയാണ്. അതെല്ലാം കാർത്തിക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് കാർത്തിക്കിന് കോഫിയും എടുത്തുകൊണ്ട് വന്നിട്ട് അവനടുത്തിരുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ, കാർത്തി എങ്ങനെയുണ്ട് നിനക്ക്? സുഖം തന്നെയല്ലേ? ഞാനില്ലാതെ നീ എങ്ങനെ ജീവിക്കുന്നു? നീ സന്തോഷവാനാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവളുടെ ദേഹത്തുള്ളത് അഞ്ജലിയാണ് എന്നുള്ള കാര്യം കാർത്തിക്കിന് ഉറപ്പായി. കാർത്തിക്കിന് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. എന്നിട്ട് കാർത്തിക്കിന്റെ തോളിൽ അവൾ കൈവയ്ക്കും. ഞാനില്ലാതെ നീ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ സങ്കടത്തോടു കൂടിയാണ് അഞ്ജലി ചോദിക്കുന്നതും. എന്നാൽ പെട്ടെന്ന് തന്നെ കാർത്തിക് ആ പെൺകുട്ടിയുടെ പേര് വിളിക്കും. പേര് വിളിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടി പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ ഇങ്ങനെയല്ലല്ലോ മുടി കെട്ടിയിരുന്നത്, പിന്നെ എങ്ങനെ ആയത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു.
അപ്പോൾ കാർത്തിക് അവളോട് പറയും, നിന്റെ അമ്മ വിളിച്ചു, നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. ആ പെൺകുട്ടി അത് കേട്ടതും ഉടനെ തന്നെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. കാർത്തികിന് അഞ്ജലിയുടെ ആത്മാവ് ആ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. ഉടനെ തന്നെ തന്റെ പ്രൊഫസറിനെയും വിളിക്കുകയാണ് കാർത്തിക്. പ്രൊഫസറിനോട് ഇത്രയും ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുന്നു. എന്നാൽ പ്രൊഫസർ പറയുന്നത് ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ചിലപ്പോൾ ഇത് നിന്റെ വെറും തോന്നലാണെങ്കിലോ എന്നുള്ള കാര്യം പ്രൊഫസർ പറയുന്നു. അങ്ങനെ കാർത്തിക് ആണെങ്കിലോ ഇതിന് പിന്നിൽ എന്തായിരിക്കുമെന്ന് കണ്ടെത്തുവാനായും തീരുമാനിക്കും. കാർത്തിക് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് തിരികെ വരുന്ന സമയത്താണല്ലോ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കും മാറ്റം വരുന്നതും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവനൊരു പാവയെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. സത്യത്തിൽ ആ പാവയ്ക്കുള്ളിൽ ഒരു ഹിഡൻ ക്യാമറ ഉണ്ടായിരുന്നു. ഹിഡൻ ക്യാമറ വെച്ചതിന് ശേഷം കാർത്തിക് ആണെങ്കിൽ ഒരു ഐഡിയ ചെയ്യും. അടുത്ത വീട്ടിലെ പെൺകുട്ടി വരുന്ന സമയത്താണല്ലോ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതും. അഞ്ജലിയുടെ ആത്മാവ് ആ പെൺകുട്ടിയുടെ ദേഹത്താണ് കയറുന്നതെന്ന് കാർത്തികിന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അടുത്ത വീട്ടിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആ ഒരു സ്ത്രീയോട് പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വയറ് വിശക്കുന്നു, എന്തെങ്കിലും ആഹാരം എനിക്ക് കൂടി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. ഇവിടുത്തെ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതിയെന്നും കാർത്തിക് പ്രത്യേകം പറയും. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും കാർത്തികിന് കഴിക്കാനുള്ള ആഹാരവുമായിട്ട് ആ പെൺകുട്ടി കാർത്തികിനടുത്തേക്ക് വരുന്നു. അപ്പോൾ ഉടനെ തന്നെ കാർത്തിക് പറയുന്നുണ്ട്, നന്നായിട്ട് തലവേദനിക്കുന്നു, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു കോഫി ഇട്ട് തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ ആ ഒരു പെൺകുട്ടി കോഫി ഇടുവാനായിട്ട് കിച്ചണിലേക്ക് ചെന്നതും അവളുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റം വരും. കോഫി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പെൺകുട്ടിയോട് ഞാൻ അങ്ങ് ബെഡ്റൂമിലിരിക്കാം, നീ അവിടേക്ക് വരുവാനായും പറയും. അങ്ങനെ കാർത്തിക് നേരെ ബെഡ്റൂമിൽ വന്നിട്ട് അവനൊരു ഹിഡൻ ക്യാമറ വെച്ചിരുന്നില്ലേ, അതിലെ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യുകയായിരുന്നു. അതേ സമയത്തായിരുന്നു ആ പെൺകുട്ടി കോഫിയുമായിട്ട് വന്നതും. കോഫിയും കൊണ്ടുവന്ന പെൺകുട്ടിയാണെങ്കിൽ കാർത്തികിന്റെ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനില്ലാതെ എങ്ങനെയുണ്ട് കാർത്തിക് നിന്റെ ജീവിതം, നീ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. എങ്ങനെയാണോ അഞ്ജലി സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവളും സംസാരിക്കുന്നത്. എന്നാൽ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടുവന്ന കാർത്തിക് ആണെങ്കിലോ അവളെ പെട്ടെന്ന് പിടിച്ച് തള്ളുകയാണ്. സംഭവം എന്തെന്നാൽ യഥാർത്ഥത്തിൽ കാർത്തിക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ വന്നിട്ട് അലങ്കോലമായി കിടക്കുന്ന സോഫയും എല്ലാം റെഡിയാക്കി വെക്കുന്നതും അവിടെ ഓരോ കുറിപ്പുകളൊക്കെ എഴുതി ഒട്ടിച്ചു വെക്കുന്നില്ലേ, അത് മറ്റാരുമല്ല ഈ പെൺകുട്ടി തന്നെയാണ്. അല്ലാതെ അഞ്ജലിയുടെ ആത്മാവൊന്നുമല്ല അങ്ങനെ ചെയ്തിരിക്കുന്നത്. നീ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ് കാർത്തിക് അവളെ വഴക്ക് പറയുന്നു. അഞ്ജലിയുടെ ആത്മാവല്ല ഇതിനൊന്നും പിന്നിലെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നതും. കാർത്തികും അഞ്ജലിയും ജോലിക്ക് പോകുന്ന സമയത്ത് അവരുടെ വീടിന്റെ ചാവി അടുത്ത വീട്ടിലാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നതും. അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആരും അറിയാതെ ഒരു ചാവി കൈക്കലാക്കിയ പെൺകുട്ടിയാണെങ്കിൽ ആ ചാവിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കുന്നു. എന്നിട്ട് കാർത്തികും അഞ്ജലിയും ഇല്ലാത്ത സമയം നോക്കി ആരും അറിയാതെ അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കും. അത് സ്ഥിരം പതിവായിരുന്നു. എന്തെന്നാൽ ഈ പെൺകുട്ടിക്ക് ആദ്യം തന്നെ കാർത്തികിനെ കണ്ടപ്പോഴേക്കും അവനോട് ചെറിയൊരു ക്രഷ് ഉണ്ടായി. മുൻപൊരിക്കൽ ഈ പെൺകുട്ടി വീണ് കാല് മുറിച്ച സമയത്ത് കാർത്തികാണ് അവൾക്ക് മരുന്ന് വെച്ചു കൊടുത്തതും കാർത്തികിന്റെ കൈ അവളുടെ ബോഡിയിൽ ടച്ച് ചെയ്തതും കാർത്തികിനോട് അവൾക്ക് ഫിസിക്കലായിട്ട് ഫീലിംഗ് ഉണ്ടാകുവാനായും തുടങ്ങി. കാർത്തികിന്റെ ബോഡി, അവന്റെ പെരുമാറ്റം എല്ലാം കൊണ്ടും അവൾക്ക് വല്ലാത്തൊരു അട്രാക്ഷനും ഉണ്ടായി. ഈ ഒരു കാര്യമെല്ലാം കാർത്തികിനോട് പറയുന്ന സമയത്ത് അവൻ വല്ലാതെ ദേഷ്യപ്പെടും. നീ ഒരു കൊച്ചു കുട്ടിയല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. കാർത്തിക് ആ പെൺകുട്ടിയെ പിടിച്ച് തള്ളിയത് കൊണ്ട് തന്നെ അവൾ തറയിലേക്ക് വീണിരുന്നല്ലോ. മാത്രമല്ല നീ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ എന്ന് കാർത്തിക് ചോദിക്കുന്നത് കേട്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു. അഞ്ജലിക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് തീ കൂട്ടുവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നിട്ടിരുന്നു റൂമില്. ആ ഒരു തടിക്കഷ്ണം ഈ പെൺകുട്ടിയുടെ കയ്യിൽ വന്ന് പെടുകയാണ്. ഉടനെ തന്നെ അവൾ അതെടുത്ത് വെച്ച് കാർത്തികിന്റെ തലക്കടിക്കും. എന്നിട്ട് അവനെ പിടിച്ച് കെട്ടിയിടുകയാണ്. ബോധം വരുന്ന സമയത്ത് ആ പെൺകുട്ടി കാർത്തികിനോട് പറയുന്നുണ്ട്, ഞാനെന്താ കൊച്ചുകുട്ടിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, എനിക്ക് നല്ല ഏജ് ഉണ്ട്. സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് കുട്ടിക്കാലം മുതലേ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇവൾക്ക് ഏജ് ഒരുപാടായാലും കുട്ടികളെ പോലെ നടക്കുവാനാണ് ഇഷ്ടം. പ്രായം കൂടിയാലും സ്വഭാവം എപ്പോഴും കൊച്ചുകുട്ടികളെ കണക്ക് തന്നെയായിരുന്നു. മാത്രമല്ല ഇവൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കും. മാനസികമായിട്ട് ഇവൾക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ അവളുടെ അമ്മ കൊണ്ടുവന്ന് കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു മാറ്റവുമില്ല. ഇവൾ എന്താഗ്രഹിക്കുന്നോ അത് ഏത് രീതിയിലും അവൾ നേടിയെടുക്കും. ദേഷ്യം, വാശി അങ്ങനെയൊക്കെയാണ്. പ്രായം ഒരുപാട് കൂടിയാലും മനസ്സെപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണ് ചിന്തിക്കുന്നതും. അങ്ങനെയുള്ളൊരു കാര്യം ഒരിക്കലും അവളുടെ അമ്മയാണെങ്കിൽ മറ്റാരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് കാർത്തികിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നമുണ്ടായതും. അങ്ങനെ ഈ പെൺകുട്ടിയാണെങ്കിലോ തന്റെ രൂപത്തിൽ മാറ്റം വരുത്തുവാനായും തുടങ്ങി. അവൾക്ക് കാർത്തികിനോട് ഫിസിക്കലായിട്ട് അട്രാക്ഷനും തോന്നി തുടങ്ങി. അങ്ങനെ ഈ പെൺകുട്ടി കാർത്തികിന്റെ മുന്നിൽ വെച്ച് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട്
അവളുടെ മുടി ഒരു സ്റ്റൈലിന് കെട്ടിവെച്ചിരുന്നു, അതെല്ലാം അഴിക്കും. എന്നിട്ട് അവളുടെ പല്ലിൽ ക്ലിപ്പിട്ടിരുന്നു, അതും അവൾ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് അവളുടെ സ്കിന്നെല്ലാം വൃത്തിയാക്കുന്നു. അപ്പോൾ ഏകദേശം പ്രായമുള്ള പെൺകുട്ടികളുടേതുപോലെയായി മാറി, കൊച്ചുകുട്ടികളുടേതുപോലൊന്നുമല്ല. അവൾ രൂപമേ മാറ്റി വന്നിട്ട് കാർത്തിക്കിന് മുന്നിൽ നിന്നിട്ട് ചോദിക്കും, ഇനി പറ, ഞാൻ കൊച്ചുകുട്ടിയാണോ? എനിക്കിപ്പോൾ നിന്റെ ഭാര്യയുടെ പ്രായമുണ്ട്, ഞാൻ വെറും കുട്ടിയെന്നുമല്ല എന്ന് പറഞ്ഞ് അവന്റെ മടിയിൽ കയറിയിരിക്കും. എന്നിട്ട് അവൾ പറയും, നിന്റെ ഭാര്യ ചത്തുപോയത് എങ്ങനെയെന്നാ കരുതിയിരുന്നത്? ഞാനാ അവളെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അഞ്ജലിയെ കൊന്നതെന്നാണ് പിന്നീട് കാണിക്കുന്നതും. കാർത്തിക് ഇല്ലാത്തൊരു ദിവസം, അന്ന് കാർത്തിക് സർജറിക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അതേ ദിവസം തന്നെ അഞ്ജലി തുണി മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലിയെ കാണുവാനായിട്ട് ആ പെൺകുട്ടി അഞ്ജലിക്ക് അടുത്തേക്ക് വരും. എന്നിട്ട് തുണിയൊക്കെ മടക്കി സഹായിക്കുന്നുമുണ്ട്. അഞ്ജലിയാണെങ്കിലോ അവരുടെ പ്രണയത്തെക്കുറിച്ചും അവരെങ്ങനെയാണ് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പ്രണയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പെൺകുട്ടിയോട് തുറന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വരും. അവൾക്ക് എങ്ങനെയെങ്കിലും കാർത്തികിനെ വേണം. പക്ഷേ കാർത്തികിനെ കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും വലിയ തടസ്സം അഞ്ജലിയാണല്ലോ. അഞ്ജലിയെ കൊന്നു കഴിഞ്ഞാൽ തനിക്ക് കാർത്തികിനടുത്തേക്ക് ചെല്ലാനാകുമെന്നും അവൾ കരുതിയിരുന്നു. അങ്ങനെയാണ് അവൾ അഞ്ജലിയെ കൊല്ലുവാനായും തീരുമാനിച്ചത്. നന്നായിട്ട് മഴ വരുന്ന സമയം. ഉടനെ തന്നെ പെൺകുട്ടി പോയി ജന്നൽ അടയ്ക്കും. എന്നിട്ട് അഞ്ജലി അറിയാതെ തന്നെ അവിടുത്തെ AC ഓണാക്കുകയാണ്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് AC റിമോട്ട് എടുത്ത് കട്ടിലിനടിയിലേക്ക് എറിഞ്ഞിട്ട് ഈ പെൺകുട്ടി പുറത്തിറങ്ങി വാതിലും ക്ലോസ് ചെയ്യുന്നു. അഞ്ജലിക്കാണെങ്കിൽ വല്ലാതെ തണുക്കുവാനായും തുടങ്ങി. നീ AC ഓണാക്കിയോ, എത്രയും വേഗം വന്നത് ഓഫ് ചെയ്, എനിക്കിത് പറ്റത്തില്ല എന്ന് പറയും. അഞ്ജലിയുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് ഈ പെൺകുട്ടിക്ക് മുൻപേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതും. തണുപ്പ് കൂടി അഞ്ജലിയാണെങ്കിൽ റൂമിന്റെ ഒരു മൂലയ്ക്ക് പുതപ്പും ചൂടിയിരിക്കും. കുറച്ചു കഴിഞ്ഞതും അഞ്ജലിയുടെ ശരീരത്തിന് ആ ഒരു തണുപ്പ് താങ്ങാൻ കഴിഞ്ഞില്ല. അവൾക്ക് ഫിക്സ് വരികയാണ്. അവൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെയാണ് അഞ്ജലി മരിച്ചത്. ഈ ഒരു കാര്യം ചിരിച്ച് സന്തോഷത്തോടു കൂടി ആ പെൺകുട്ടി കാർത്തികിനോട് പറയുന്നുണ്ട്. കാർത്തികിന് അതെല്ലാം കേട്ട് വല്ലാതെ ദേഷ്യം വരും. അവൻ അവിടെ കിടന്ന് അലറും. അതേസമയം അവൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ നിനക്കൊരു കാര്യം അറിയാമോ, ഞാൻ ഒരാളെ അല്ല കൊന്നത്, 2 പേരെയാ. നിന്റെ ഭാര്യ മരിക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് കൂടി ആ പെൺകുട്ടി പറയുന്നു. അതും കൂടി ആയപ്പോൾ കാർത്തികിന്റെ കൺട്രോൾ ഫുള്ളായിട്ടും പോയി. സത്യത്തിൽ അന്ന് അഞ്ജലി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് ഇതായിരുന്നു. അതെല്ലാം ഓർത്തിട്ട് അവൻ വല്ലാതെ പൊട്ടിക്കരയും. എന്നിട്ട് എങ്ങനെയൊക്കെ കെട്ടഴിച്ചിട്ട് വന്നിട്ട് ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവളെ ഒരുപാട് അടിക്കും. അതേസമയം തന്നെയായിരുന്നു തന്റെ കയ്യിൽ കിട്ടിയൊരു കത്തിയെടുത്ത് ആ പെൺകുട്ടി കാർത്തികിനെ കുത്തുന്നതും. എന്നിട്ട് അവന് മുന്നിൽ വന്ന് ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിക്കും. അയ്യോ, ഞാൻ കുത്തിയല്ലോ, അയ്യോ, ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിക്കുന്നു. അങ്ങനെയാണ് കാർത്തിക് ഹോസ്പിറ്റലിലായതെന്നും കാർത്തിക് ഒരു പോലീസ് ഓഫീസറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാണ് കാർത്തിക് പറയുന്നതും. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ കാർത്തിക് കൊന്നുകളഞ്ഞു. ഈ ഒരു കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനും നന്നായിട്ട് അറിയാം. അവന്റെ ഭാര്യയെ കൊന്നതിന്റെ ദേഷ്യം എന്തായാലും കാർത്തികിന്റെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവളെ വെറുതെ വിട്ട് കാണില്ല, കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് ഉറപ്പായിരുന്നു. നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഓഫീസർ അവിടെ നിന്ന് പോകുന്നതും. ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ മീഡിയക്കാരോട് പറയുന്നത് ആ പെൺകുട്ടിക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കും. ഒരിക്കലിത് കാർത്തിക് കാണും. അങ്ങനെ കാർത്തിക് അവളെ രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് അവൾ തന്റെ കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത് കാർത്തികിനെ കുത്തി. എന്നിട്ട് അവൾ സ്വയമേ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തതെന്നും പോലീസ് ഓഫീസർ പറയുന്നു. സത്യത്തിൽ കാർത്തികിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഓഫീസർ അങ്ങനെ പറഞ്ഞതും. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് പുറത്തു വന്ന കാർത്തിക് ആണെങ്കിൽ പഴയതുപോലെ തന്നെ തന്റെ ഭാര്യയുടെ ഓർമ്മകളാൽ ജീവിക്കുവാനായും ആരംഭിച്ചു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.